വ്യക്തിപരമായ ഒരു ഉത്തരവാദിത്വത്തെ കുറിച്ച് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ, ജീവിത സാഹചര്യങ്ങളിലേക്ക് നോക്കിയാൽ ഒരുപാട് ജീവിതങ്ങളുടെ തകർച്ചയുടെ അനുഭവങ്ങൾ, ലോകത്തിന്റെ ഇപ്പോഴത്തെ ചില പ്രത്യേക അവസ്ഥ ഒക്കെ കാണുമ്പോൾ സമാധാനം നഷ്ടപ്പെടുകയാണ്. എന്നാൽ വ്യക്തിയുടെ ഉള്ളിലെ സമാധാനം നഷ്ടപ്പെടരുതെന്ന് ക്രിസ്തു ആഗ്രഹിക്കുന്നു. കാരണം ഒരുവന്റെ ഉള്ളിലെ സമാധാനം നഷ്ടപ്പെട്ടാൽ, അവന്റെ ആന്തരികമായ സന്തോഷം നഷ്ടപ്പെട്ടാൽ, പിന്നെ ആ വ്യക്തിയുടെ ജീവിതത്തെ ഏതു വിധത്തിൽ കൊണ്ടെത്തിക്കാനും തിന്മയ്ക്ക് സാധിക്കും, പിശാചിന് സാധിക്കും. അതുകൊണ്ടാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ഈ വചനം പറഞ്ഞു വേണം ഭവനത്തിൽ പ്രവേശിക്കുവാൻ. എഫെസോസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം പറയുകയാണ്, അവൻ നമ്മുടെ സമാധാനമാണ്. ആരാണ് ഈ അവൻ? യേശുക്രിസ്തുവാണ് നമ്മുടെ സമാധാനം.